വസുദൈവ കുടുംബവും സത്യവും ശിവം സുന്ദരവും ഇത് ഒരുമിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു തെറ്റും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കില്ല. ഒന്ന് ചിന്തിക്കുക, ഒരു ദൈവത്തിന് നമ്മളെ ദ്രോഹിക്കാനല്ല ഇഷ്ടം, സ്നേഹിക്കാനിഷ്ടം. മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പവറാണ് സിദ്ധലക്ഷ്മി. ഒരു ദൈവത്തെ വീട്ടിൽ പ്രതിഷ്ഠിച്ചാൽ അത് ചെയ്യാൻ പാടില്ല, അത് വലിയ മഹാ തെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കണ്ടു ശാലഗ്രാം ഓവൽ ഷേപ്പാണെങ്കിൽ ശിവനായിട്ട് പൂജിക്കുന്നുണ്ട്. ഞാൻ എന്തിനാ ഈ ശാലഗ്രാം എനിക്ക് തന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്കിതുകൊണ്ട് ഒരു ഉപയോഗം എനിക്ക് തോന്നുന്നില്ല. അയാളുടെ വാക്കിട്ട് ആ സാധനം ബാഗിലിട്ടു. ഒരാൾ ചുമന്നുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ സ്വാമിയായി, ഒരാൾ രുദ്രാക്ഷം ധരിച്ചാൽ സ്വാമിയായി. സത്യത്തിൽ ഞാൻ ഒരിക്കലും സ്വാമിയല്ല. കാരണം എനിക്ക് ആത്മീയ കാര്യങ്ങളോ എനിക്ക് എൻ്റെ കുടുംബം വിട്ട് ജീവിക്കാനോ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ സ്ത്രീകളും ദേവിക്ക് തുല്യമാണ്. കാരണം എന്നെ മനസ്സിലാക്കി പഠിപ്പിച്ച അങ്ങനെയാണ്. ഈ സുപ്രീം കോടതി നമ്മളെ അറിയുന്നുണ്ട്, അത് തിരിച്ചറിയണം. നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലുത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഈ വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ സ്വാത്വികമായി പൂജ ചെയ്യാനും അവിടെ നിന്ന് കറുത്ത വാവ് ദിവസങ്ങളിൽ ഈ പറയുന്നത് പോലെ ശാക്തയ രീതിയിൽ പൂജ ചെയ്യാനാണ് അങ്ങയുടെ മനസ്സിൽ തോന്നിച്ചത്. അങ്ങനെ ചെയ്തു എന്നിട്ട് അല്ലേ? ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇതിനൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ദേവി വെച്ച ആ സമയത്ത് തന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പഴനിക്ക് പോയി. പഴനി പോയപ്പോൾ ഒരു കച്ചവടക്കാരൻ വന്നു. അപ്പോൾ ആടെ ഒരു ശാലഗ്രാമം, എനിക്ക് ശാലഗ്രാമം കൊണ്ടു തന്നു. എൻ്റെ കൂട്ടുകാരനൊരു മാല കൊടുത്തു. അപ്പോൾ ആ മാല നോക്കി, ഞാനും ഇങ്ങനെ നോക്കി. ശാലഗ്രാമം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അമ്മാവും ജ്യോതിഷത്തിന് മേടിക്കാറുണ്ട്, അപ്പോൾ അതിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാമെന്ന് പറഞ്ഞു. ശരി, എനിക്കിത് വേണ്ട, താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആ വ്യക്തി എന്ത് വന്നിട്ട് ഈ സാധനം കൊടുക്കുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. അയാൾ എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം മേടിക്കുന്നില്ല. ഞാൻ അവസരം കിട്ടി, ഞാൻ എന്താ ചെയ്യുക, സാധനം എനിക്ക് താല്പര്യമില്ല മേടിക്കാൻ. അപ്പോൾ അയാൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാല തിരിച്ചു മേടിച്ചു. എന്നോട് ഞാനിവിടെ വന്നത് ഈ ഒരു ശാലഗ്രാമം താങ്കൾക്ക് തരാനാണ്. അപ്പോൾ ഞാൻ ശരി ആയിക്കോട്ടെ, ഞാൻ ശാലഗ്രാമം മേടിച്ച് താങ്കളുടെ പ്രശ്നം കഴിഞ്ഞു, താങ്കൾക്ക് ഇവിടെ നിന്ന് പോവാമല്ലോ. ഞാൻ മേടിച്ച് ബാഗിലിട്ടു. ഇനി എത്ര പൈസ വേണം? പൈസയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ. അപ്പോൾ താങ്കൾ എനിക്ക് ദക്ഷിണയായിട്ട് 1 രൂപ തന്നാൽ മതി, ഞാൻ പോവാണ്. എൻ്റെ ഒരു ദൗത്യം അതാണ്, താങ്കൾ ഈ ശാലഗ്രാമം എത്തിക്കുക. ഞാൻ എന്തിനാ ഈ ശാലഗ്രാമം എനിക്ക് തന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്കിതുകൊണ്ട് ഒരു ഉപയോഗം എനിക്ക് തോന്നുന്നില്ല. അയാളുടെ വാക്കിട്ട് ആ സാധനം ബാഗിലിട്ടു. അയാൾക്ക് ഞാൻ 1 രൂപ ദക്ഷിണ കൊടുത്തു. വീട്ടിലെത്തി. എൻ്റെ ഉപാസന സമയത്ത് എനിക്ക് തോന്നിച്ച, എൻ്റെ ഉപബോധം മനസ്സിലേക്ക് തോന്നിയൊരു കാര്യമാണ് ആ ശാലഗ്രാമം ഓവൽ ഷേപ്പ് ഇരിക്കുന്നത്. അപ്പോൾ അത് ശിവനായിട്ട് പൂജിക്കപ്പെടുന്നു, മനസ്സിലൊരു തോന്നൽ. ഞാനപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു. അപ്പോൾ ഞാൻ കണ്ടു ശാലഗ്രാമം ഓവൽ ഷേപ്പാണെങ്കിൽ ശിവനായിട്ട് പൂജിക്കണമെന്ന്. അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ എൻ്റെ ദേവി ഇരിക്കുന്നു പടിഞ്ഞാറോട്ടാണ്. ആ ഊർജം താങ്ങണമെങ്കിൽ ശിവചൈതന്യം കൂടെ വേണം. അതുകൊണ്ടായിരിക്കാം എൻ്റെ കൂടെ നിർത്തിയത്. പിന്നെ ഒന്നും അറിയാത്ത, ഞാൻ ബുക്സ് അധികം വായിക്കാത്ത ഒരാളാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫ് ഒരിക്കലും ഈ ഒരു സ്പിരിച്വൽ ചുറ്റുപാടിൽ നിന്ന് വന്ന ലൈഫൊന്നും അല്ല. ഒരു സാധാരണ ലൈഫാണ്, അടിച്ചുപൊളിയും ലൈഫൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ലൈഫിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗുരുനാഥൻ വേണം. അതുകൊണ്ടായിരിക്കും എൻ്റെ മുമ്പിലേക്ക് ആ ശാലഗ്രാമം എത്തിച്ചത്. ഇപ്പോൾ ഞാനായിരിക്കും പറഞ്ഞത് ഗുരുനാഥനെന്ന്, എൻ്റെ തോന്നലായിരിക്കാം. പക്ഷെ അതൊരു സത്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു കാലഘട്ടത്തിൽ താമ്പൂല പ്രശ്നം നടന്നപ്പോൾ ആൾ പ്രശ്നം വെച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, താങ്കൾ പണ്ട് കാലത്ത് ചെയ്തിരിക്കുന്ന അതേപോലെ കാര്യങ്ങൾ ചെയ്തിരുന്നല്ലോ, ഒരുപാട് മൂർത്തികളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇതൊക്കെ പണ്ട് താങ്കളുടെ പൂർവികർ ചെയ്തിട്ടുണ്ട്, അതേ രീതിയിൽ അതേ കർമ്മത്തിൽ താങ്കൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരാണ് താങ്കളെ പഠിപ്പിച്ചത്? എനിക്ക് എന്നെ ആരും പഠിപ്പിച്ചല്ല, എൻ്റെ തോന്നലുകളാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ആൾ പറഞ്ഞു അതൊരിക്കലും ചെയ്യാൻ പാടില്ല, കൃത്യമായിട്ട് ഗുരുനാഥൻ്റെ ഉപചാരം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഒരു വീടിൻ്റെ ഉള്ളിലാണ്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. ചെയ്യരുതെന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂർ ആളിനെ ചീത്ത പറഞ്ഞു. ഞാനത് കേട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ആളെ ഞാൻ പതുക്കെ എൻ്റെ പൂജാമുറിയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ചോദിച്ചു, ഈ ഇരിക്കുന്ന കല്ലിന് എന്തെങ്കിലും സത്യമുണ്ടോ? കാരണം ഒരു വ്യക്തി എൻ്റെ കയ്യിൽ തന്നതിന് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എൻ്റെ തോന്നലുകളായിരിക്കാം, എനിക്കറിയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ദേവിക്ക് ഞാൻ ആ സമയത്ത് ദേവിയെ കാർപോച്ചിലേക്ക് മാറ്റിയിരുന്നു.
കാരണം നമ്മുടെ സമൂഹത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരാൾ ചുമന്ന മുണ്ട് ഇട്ട് കഴിഞ്ഞാൽ സ്വാമിയായി, ഒരാൾ രുദ്രാക്ഷം ധരിച്ചാൽ സ്വാമിയായി. സത്യത്തിൽ ഞാൻ ഒരിക്കലും സ്വാമിയല്ല. കാരണം എനിക്ക് ആത്മീയ കാര്യങ്ങളോ എനിക്ക് എൻ്റെ കുടുംബം വിട്ട് ജീവിക്കാനോ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് ബിസിനസ്സും, ഞാൻ സെർച്ച് മാരത്തോൺ ജോബ് എന്ന് സംഭവം ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും. എന്നിട്ട് സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ വേഷം ഇട്ട് ഞാനിപ്പോൾ പൂജ ചെയ്യുമ്പോൾ സമയത്ത് ഈ വേഷമല്ലാതെ എനിക്ക് ജീൻസ് ഇട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഈ സ്പിരിച്വൽ കാര്യങ്ങൾ പറയാൻ ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ ടൗസർ ഇട്ട് വരാൻ പറ്റുമോ? അതൊരു ശരിയല്ലാത്ത രീതിയല്ലേ? ഇപ്പം അമ്പലത്തിൽ നമ്മൾ അമ്പലം ആ ഒരു നിയമം അനുസരിച്ച് നമ്മൾ ചെല്ലണമെന്ന് പറയുന്നത് വെച്ചാൽ സ്കൂൾ യൂണിഫോം ഇട്ട് ചെല്ലണ്ടേ? നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിട്ട് കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. അതേ ചിന്ത ഇത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് ചുറ്റുള്ളവർ വിചാരിക്കുന്നത് ഒരു ദൈവത്തെ വീട്ടിൽ പ്രതിഷ്ഠിച്ചാൽ അത് ചെയ്യാൻ പാടില്ല, അത് വലിയ മഹാ തെറ്റായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിടയിലാണ് നമ്മുടെ ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ സ്വന്തം കുലദൈവത്തെ സംരക്ഷിക്കാൻ നോക്കി കഴിഞ്ഞാൽ സമൂഹം നമ്മളെ ദ്രോഹിക്കുകയുള്ളൂ, പരിഹസിക്കപ്പെടും. പക്ഷെ ഞാൻ ഈ പരിഹസിക്കപ്പെടാൻ ഒരു തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ധർമ്മദൈവത്തെ പ്രശ്നത്തിൽ കണ്ടപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഞാൻ എൻ്റെ ധർമ്മദൈവത്തെ കൊണ്ടുവച്ചു. എനിക്ക് അമ്പലം ഉണ്ടാക്കാൻ പൈസ ഇല്ല. പലരും ചെയ്ത് അഷ്ടമംഗല പ്രശ്നം ചെയ്ത് അമ്പലം ഉണ്ടാക്കുമ്പോഴെങ്കിൽ 10 ലക്ഷം വരും. ഈ 10 ലക്ഷം ചിലവാക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? എൻ്റെ ഒരു മനസ്ഥിതിയിൽ അച്ഛന് വയ്യാത്ത ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞു പോയി. എൻ്റെ അച്ഛന് ഓർമ്മ തിരിച്ചു തരാണെങ്കിൽ ഒരു ഭാഗ്യപരീക്ഷണം പോലെ ആയിരിക്കാം ഞാൻ ചെയ്യാമെന്ന്. അപ്പോൾ ആ ഒരു വാക്ക് ഞാൻ പാലിച്ചു. ആ ദൈവത്തിന് ചിലപ്പോൾ കാണുന്ന വിശ്വാസികൾക്ക് തോന്നാം എൻ്റെ അച്ഛന് ഓർമ്മ തിരിച്ചു തന്ന ദൈവത്തിൻ്റെ സഹായമെന്ന്. മറുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നാം ഇതൊരു സാധാരണ കോയിൻസിഡൻസിലായിട്ട് സംഭവിച്ചാണ്. ആയിരിക്കാം, ഞാൻ ഇപ്പോഴും അവരോട് തർക്കിക്കുന്നില്ല. പക്ഷെ ഒരു വിശ്വാസം എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ഈ യാത്ര ചെയ്യുന്നത്. ഇതിലും ഇന്ന് ഈ സീറ്റിൽ ഇരിക്കുന്നത് അതുകൊണ്ടല്ലേ? അതെ, ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്, നിങ്ങൾ എന്നെ ഈ സീറ്റിൽ വിളിക്കില്ലോ. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം ഉണ്ടാവും, പൈസ. ഞാൻ ഇതിടുന്നത് ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയല്ല. ഞാൻ എൻ്റെ കുടുംബം ജീവിക്കാൻ വേണ്ടി ഞാൻ ജനസേവന കേന്ദ്രം നടത്തുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന വരുമാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇതെനിക്ക് സാമ്പത്തികമായി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് സിനിമ പാഷനാണ്. അതേപോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അറിയുക, സ്പിരിച്വാലിറ്റി എന്തെന്ന് അറിയുക, ആ ആചാരങ്ങളും നമുക്ക് ആ ഒരു സ്പിരിച്വൽ ഫീൽ അറിയുക, തത്വമസി എന്ന അർത്ഥം, ഞാൻ എന്നെ തിരിച്ചറിയുന്നു. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അതുവരെ എത്തണമെങ്കിൽ ഞാൻ കുറച്ച് ലൈഫിലൂടെ യാത്ര ചെയ്യണം. പെട്ടെന്ന് ഒരിക്കലും എത്തില്ല. ഇപ്പം ഇന്ന് എൻ്റെ മൈൻഡ് ആ മൈൻഡാണ്. അച്ചപ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേർക്ക് യോജിക്കാൻ പറ്റും. കാരണം ഇന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത് വെച്ചാൽ മനുഷ്യൻ തന്നെയാണ് ദൈവം. കാരണം ഓരോ മനുഷ്യനിലും ഉണ്ട് ദൈവത്തിൻ്റെ കണിക. സത്യം ശിവം സുന്ദരം. ഞാൻ ഈ ഒരു കൺസെപ്റ്റിലാണ് വിശ്വസിക്കുന്നത്. വസുദൈവ കുടുംബവും സത്യവും ശിവം സുന്ദരവും ഇത് ഒരുമിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ ഒരു തെറ്റും ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസും നടക്കില്ല. നമ്മുടെ ഹിന്ദുത്വം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ത്രീപീഡനം ഉണ്ടാവില്ല. കാരണം ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ സ്ത്രീയിലും അമ്മയുണ്ട്. എങ്ങനെ തെറ്റായ രീതിയിൽ കാണാൻ പറ്റും? കാരണം അമ്മയാണ് അവർ കാണിക്കുന്നത്. നമ്മുടെ ഉദ്ഭവം തന്നെ അമ്മയാണ്. ഹിന്ദുത്വത്തിൽ യോനി ഇതിനൊക്കെ വലിയൊരു സ്ഥാനമുണ്ട്. അതിനെ ഇപ്പം ഞാൻ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് എടുക്കും. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്യുന്നത് ദേവി എന്നെ എനിക്കറിയില്ല അതിൻ്റെ അർത്ഥം. അതാണ് ശരിക്കും ആ കഥയിലേക്ക് പോകണം കുറച്ചും കൂടി. അതായത് എൻ്റെ വീട്ടിൽ എന്നോട് ലക്ഷ്മിയാണ് ഒരു ത്രികോണ രീതി. അതെനിക്കറിയില്ല. ഞാൻ ആദ്യം എന്നോട് പറഞ്ഞു ഭദ്രകാളിയുടെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ലക്ഷ്മിയെ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒരു ലക്ഷ്മിയുടെ വിഗ്രഹം വെച്ചു. ഈ ലൈഫിൽ എന്നെ ഞാൻ കയറി ഉടനെ വെക്കുന്നതല്ല. എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഇങ്ങനെ കുറേ കാണിക്കും. അങ്ങനെ ലാസ്റ്റ് ഗതികെട്ട് ഞാൻ കൊണ്ടുവെക്കുന്ന അവസ്ഥ. എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറ്റേ. ഞാൻ ഒരു ദിവസം രാത്രി കിടന്നിറങ്ങുമ്പോൾ എൻ്റെ അമ്മൂമ്മ മരിക്കുന്നൊരു സ്വപ്നം കണ്ടു. എനിക്ക് സത്യത്തിൽ കാരണം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ അമ്മയും അച്ഛനും അമ്മൂമ്മയും എൻ്റെ കുടുംബം തന്നെയാണ്. ഇതേപോലെ കുടുംബ ബന്ധങ്ങളെയും എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്, സ്നേഹമാണ് എല്ലാവരോടും.
കാരണം ഞാൻ ഒരുപാട് പേർക്ക്, ഞാൻ ഈ ലൈഫിൽ സ്പിരിച്വാലിറ്റി മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എൻ്റെ കുടുംബത്തിലും ഒരുപാട് പേർക്ക് വേണ്ടി പല പേഷ്യൻസിനെ ഞാൻ നോക്കിയിട്ടുണ്ട്. പലർക്ക് വേണ്ടിയും ഇപ്പോൾ ഒരു സ്ഥലത്തൊരു ഭാര്യ, ഒരു ചേട്ടൻ, ആൾ ക്യാൻസറായിട്ട് ഡൽഹിയിൽ അഡ്മിറ്റായിരുന്നു. ആ സമയത്ത് നോക്കിയത് ഞാനാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച അവസ്ഥകൾ ഒരുപാടുണ്ട്. ഇതേപോലെ ഒത്തിരി ആൾക്കാർക്ക് വേണ്ടിയും പല വീടുകളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ബൈസ്റ്റാൻഡറായിട്ട് പോകും. ഇത് എൻ്റെ ജോലിയോ എൻ്റെ എല്ലാം വിട്ട് കളഞ്ഞിട്ട്. കാരണം എനിക്ക് എൻ്റെ മുമ്പിൽ ഒരാൾക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചിലപ്പോൾ ഭ്രാന്തായിരിക്കാം, കാരണം എൻ്റെ അമ്മൂമ്മ വയ്യാതെ ആകുമ്പോഴും പല സമയത്തും ഞാൻ പല ആൾക്കാരെയും കാണാറുണ്ട്. ജോലിയുണ്ട്, എക്സാമുണ്ട്. നമ്മുടെ ഈ തിരക്കുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സത്യത്തിൽ നമുക്കെല്ലാവർക്കും എല്ലാ കാര്യത്തിലും പങ്കെടുക്കാം. നമ്മുടെ പരിഗണന, മുൻഗണന നമ്മുടെ ഉള്ളിൽ എന്താണോ അതാണ് സത്യാവസ്ഥ. തിരക്കുകൾ നമ്മൾ സ്വയം ഉണ്ടാക്കുന്നതാണ്. അത് നമ്മളെല്ലാവരും പറയും. ഇപ്പോൾ കുടുംബക്ഷേത്രം, ഞാൻ ഈ കാര്യം ഒന്ന് ഫാസ്റ്റായിട്ടൊരു കാര്യം പറ്റേ. കുടുംബക്ഷേത്രം, നമ്മളിപ്പോൾ കുടുംബക്ഷേത്ര ഉത്സവം പരിപാടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുമ്പോൾ അയ്യോ വരാൻ സമയമില്ല, തിരക്കാണ്, ഒരുപാട് വലിയ തിരക്കാണ്. ഇന്ന് ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാൾക്ക് ഹോസ്പിറ്റൽ കേസ് വന്നാൽ അയാൾ ലീവ് എടുക്കില്ലേ? ലീവ് എടുക്കും. അപ്പോൾ ദേവിയുടെ വർഷത്തിൽ ഒരു ദിവസം വരുന്ന ഒരു ഉത്സവത്തിന് പങ്കെടുക്കാൻ സമയമില്ല. അപ്പോൾ ആ ഒരു ഒഴിവ് പറയുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മുൻഗണന. അത്രേ ഉള്ളൂ വ്യത്യാസം. പ്രയോറിറ്റി. ഇപ്പോൾ പല കുടുംബത്തിലും കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും കുട്ടിയും, പിന്നെ അത് വേറെ ഫാമിലി, പിന്നെ അവിടെ ഒരു ഫാമിലി കിടക്കുന്നുണ്ട്, സ്വന്തം അച്ഛനും അമ്മയും. ആ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഒരു ഡേ കെയർ ഹോം കെയറിനെ വെക്കുക, ഹോസ്പിറ്റലേഴ്സ് എന്തെങ്കിലും വന്നാൽ അവർ പോയി നോക്കുക. ലീവ് എടുക്കാൻ പറ്റില്ല. പക്ഷെ അതേ സ്ഥാനത്ത് അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നാൽ, കുട്ടിക്ക് അസുഖം വന്നാൽ ഈ പറയുന്ന ലീവ് എടുക്കുന്നില്ലേ? അപ്പോൾ ഇത് മനുഷ്യൻ്റെ പുരോഗമനം എത്തുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയില്ലാതെ ആവുന്നുണ്ട്. നന്മയും സ്നേഹവും. ഞാനിത് അറിയാതെ ഒരുപാട് വിഷയങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ അനുഭവങ്ങളുടെ പറച്ചിലാണ്. തീർച്ചയായിട്ടും. ഇതിപ്പോൾ തെറ്റാണോ പറയുന്നതോ എൻ്റെ അറിവില്ലായ്മ, എനിക്ക് ക്ഷമിക്കാൻ ഞാൻ ക്ഷമ നടത്തുന്നു ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം എൻ്റെ അറിവുകളോ അല്ല, എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് തോന്നുന്ന ഫീലിങ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന രീതി, ദേവിയുടെ ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട് ലക്ഷ്മിയാണ് വെച്ചിരിക്കുന്നത്. ഇതേപോലെ അടുത്ത സൈഡിൽ ഭുവനേശ്വരി. കാരണം ഇങ്ങനെ വെക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഒരു സ്വപ്നം കാണുക, അത് പിന്നീട് സംഭവിക്കുന്നു ബാഡായിട്ട്. എൻ്റെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ബാഡായിട്ട് സംഭവിച്ചാൽ എൻ്റെ നെഞ്ചു പിടയും. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് തോന്നിപ്പിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നു. ചിലപ്പോൾ ഒരു വിശ്വാസമായിരിക്കാം, പക്ഷെ ഇത് ചെയ്തു വന്നപ്പോൾ അതിന് വലിയൊരു സത്യമുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ലക്ഷ്മിയും ഭുവനേശ്വരും വെച്ചു, നടുക്ക് മഹാകാളിയും വെച്ചു. അതെത്തുന്നത് ലാസ്റ്റ് മേരുവിൽ, ത്രിപുര സുന്ദരിയിൽ. ഇത് ഇരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ ട്രയാങ്കിളാണ്, ഇൻവേർട്ടഡ് ട്രയാങ്കിൾ. അതിനെ പറയുന്നത് യോനി എന്നാണ്. അതെ, കാരണം നമ്മൾ ഉദ്ഭവിച്ച അവിടെ നിന്നാണ്. അപ്പോൾ അതിന് നെഗറ്റീവായിട്ടല്ല കാണേണ്ടത്. കാരണം അതിനെ ദൈവികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു സ്ത്രീ പീഡനം ഒന്നും ഉണ്ടാവില്ല. കാരണം സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്ത്രീയെ തൊടാൻ പാടില്ല. കാരണം ആ സ്ത്രീ ദൈവമാണ്, ദേവി തന്നെയാണ്. ഇത് ഒരു ദേവി ഉപാസകന് ദേവിയാണ്. ഓക്കെ, മറ്റുള്ള ഞാനൊരു ഉപാസകനാണെങ്കിൽ എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണുന്ന എല്ലാ സ്ത്രീകളും ദേവിക്ക് തുല്യമാണ്. കാരണം എന്നെ മനസ്സിലാക്കി പഠിപ്പിച്ച അങ്ങനെയാണ്. അപ്പോൾ ആ ഇൻവേർട്ടർ ട്രയാങ്കിളാണ് ഇരിക്കുന്നത്. ഞാൻ ഇപ്പോൾ പലരോടും പറയാറുണ്ട് ആ ഊർജത്തിൻ്റെ ഇത്. കാരണം ലക്ഷ്മിയും ഭുവനേശ്വരിയും നിൽക്കുന്നു. നടുക്ക് ഈ ലക്ഷ്മി സിദ്ധലക്ഷ്മിയാണ്. അത് മഹാകാളിയുടെ അമ്മയെന്ന് പറയുന്നുണ്ട്. മഹാകാളി, മഹാലക്ഷ്മി, മഹാകാളി, മഹാസരസ്വതി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു പവറാണ് സിദ്ധലക്ഷ്മി. നടുക്ക് മഹാകാളി. അതിനെ കാണാൻ ഒരു ഇതിൽ നിന്ന് വെല്ലം ഉദ്ഭവിച്ചു പോകുന്നു. ആ ഊർജം പല സ്ഥലത്തേക്ക് തിരിയുന്നു. ഏറ്റവും അവസാനം എത്തുന്നു മേരുവിലേക്ക്. അവിടെ ശിവശക്തി ഇത് നടക്കുന്നുണ്ട്. മേരു 3 ഇൻവേർട്ടഡ് ട്രയാങ്കിൾസും 3 ട്രയാങ്കിൾസും ആണ്. അവിടെ ശിവശക്തിയാണ് നടക്കുന്നത്. നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണാതെ അതിനെ ദൈവികത മനസ്സിലാക്കി അതിനെ ബഹുമാനിച്ചാൽ ലൈഫിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടാവും. കാരണം ദേവിയെ പൂജിക്കേണ്ടത് ശരിക്കും അധികം സ്ത്രീകൾക്കാണ്. ആർക്കും ഒരു അയിത്തവും ഇല്ല. നമ്മുടെ ദൈവത്തെ
പൂജിക്കണമെങ്കിൽ എന്തിനായിത്താം? ഒരു ദൈവം നമ്മളെ ദ്രോഹിക്കില്ല. ഒന്ന് ചിന്തിക്കുക, ഒരു ദൈവത്തിന് നമ്മളെ ദ്രോഹിക്കാനല്ല ഇഷ്ടം, സ്നേഹിക്കാനിഷ്ടം. പിന്നെ ഒരു ദൈവം ഇരിക്കുമ്പോൾ ഒരാളുടെ കാര്യസാധ്യമല്ല. ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും കളിയാക്കുന്നതും എല്ലാം കാര്യസാധ്യമാണ് അമ്പലം എന്ന് വെച്ചാൽ. അപ്പോൾ അമ്പലത്തിൽ വെച്ച് ഒരാൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ എനിക്ക് ഞാൻ ജോലിക്ക് ശ്രമിക്കേണ്ടത്, എനിക്ക് ജോലിക്ക് കിട്ടണം, നല്ലൊരു ജോലി എനിക്ക് എൻ്റെ മുമ്പിൽ വന്നു തന്നെ, നല്ലൊരു ജോലി. ഇത് തന്നെയാണ് പ്രാർത്ഥന. അവിടെ ദൈവത്തെ തിരിച്ചറിയുന്നില്ല. നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വീട് വെക്കുന്ന ഒരാളുടെ ആഗ്രഹം വീട് വെക്കലാണെങ്കിൽ പഞ്ചായത്തിലോ ഒരു സ്ഥലത്ത് പറയേണ്ട ആഗ്രഹമാണ് ഇവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കൊരു വീട് വെക്കണം. പക്ഷെ ആ ആഗ്രഹം പറച്ചിലല്ല. നമ്മൾ പറയാതെയും ദൈവത്തിന് അറിയാലോ ആഗ്രഹം. നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും വലിയ ശക്തിക്ക് നമ്മൾ പറഞ്ഞിട്ട് വേണോ ഈ ആഗ്രഹം അറിയാൻ? പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ പേപ്പറിൽ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ദൈവത്തിന് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയി. ഈ സുപ്രീം കോടതി നമ്മളെ അറിയുന്നുണ്ട്, അത് തിരിച്ചറിയണം. നമ്മുടെ പരിശ്രമമാണ് ഏറ്റവും വലുത്. ഇത് പരിശ്രമിക്കാതെ ദൈവത്തിൻ്റെ അടുത്ത് എക്സാം പാസ്സാവണമെന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും പാസ്സാവില്ല. നമ്മൾ പഠിക്കുന്ന തന്നെ ചെയ്യണം. ജോലിക്ക് ശ്രമിക്കുക, നമ്മൾ ജോലിക്ക് ശ്രമിക്കുക. അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവിനെ എടുത്ത് കളയുക, പോസിറ്റീവിനാക്കുക. അതാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ സഹായിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല.